ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇത് ഫോട്ടോ അല്ല, ഇത് വീഡിയോ ഫോട്ടോ. രണ്ട് കിട്ടിയാൽ മതി. ഈ എന്തിനൊന്നും ഹായ് ഗായ്സ്, ഹാപ്പി ചിരിച്ചോണ്ട് പറയ്. ഉറക്കെ പറ. My home. അപ്പൊ നോക്കിയടാ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നോക്ക്. ഹാപ്പി വിഷു. അങ്ങനത്തെ മുദ്രത്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഉറക്കം തൂങ്ങിയിരിക്കുന്ന പൂപ്പു. റുക്കോ എനിക്കല്ലേ? റുക്കോ എനിക്കല്ലേ? അത് എനിക്കല്ലേ? നീ പറഞ്ഞില്ലേ വണ്ണ എനിക്ക് തരാന്ന്. വലം വെച്ച് മോനെ. ഹാപ്പി വിഷു പറഞ്ഞ ഉറക്കെ പറ. കുഞ്ഞു പിടിച്ചോ. അപ്പുറത്തെ അപ്പുറത്തെ കൈ. സയറൻ സയറൻ. സയറിനല്ലേ? എന്താണ് ഇത് ഫോട്ടോ അല്ല, ഇത് വീഡിയോ ഫോട്ടോ മതി. നല്ല പിക്കള് കുറച്ച് സാധനം, സെറ്റ് സാധനങ്ങൾ. അച്ഛൻ വന്നില്ല, അച്ഛൻ വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ല. കിറ്റുന്നത് കണ്ടില്ല വീഡിയോയില്. അച്ഛൻ്റെ കയ്യില് ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല, ഒരു കിറ്റ് ഉണ്ടായില്ല. ഞാൻ രണ്ട് കിറ്റ് ഞാൻ കണ്ടു. ഈ എന്തിനൊന്നും നിങ്ങളെ ഭാര്യ വീട്ടിൽ നിന്ന് വരികയും ചെയ്താ കിറ്റ് ഇഷ്ടപ്പെടാറുണ്ട്. സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു വിഷു വ്ളോഗാണ്. വിഷുവും കഴിഞ്ഞ് ഓണാകാറായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വിഷു വ്ളോഗ് ഇടുന്നത്. ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു.
നമ്മൾ ആ സമയത്ത് എനിക്ക് ഒരുപാട് തിരക്കൊക്കെ ഇരുന്നിട്ട് ഒരു വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പണ്ടത്തെ വീഡിയോസൊക്കെ ഓരോന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് ചെകഞ്ഞ് കിട്ടുന്നത്. എൻ്റെ മുഖം ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ ഭയങ്കര ടാനായിട്ടിരിക്കുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണിത്. ഞങ്ങൾ എവിടേക്കോ പോയി വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ആ ഒരു ക്ഷീണത്തിലും ഭയങ്കരമായിട്ട് ടാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ പടക്കം പൊട്ടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള പാവംകുളങ്ങരയിലും അതുപോലെ തന്നെ വേറൊരു ഒരു കുഞ്ഞികൃഷ്ണൻ്റെ അമ്പലത്തിലുമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. 2 അമ്പലത്തിൽ പോയി. നമ്മൾ വീട്ടിൽ, അതായത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഉള്ള അധികം വീഡിയോസൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ബ്രദറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യണ പോലെ ആകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ അമ്പലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തുനിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഉടുപ്പി പോവാന്ന് ഹായ് ഗൈസ്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉടുപ്പി പോണെന്ന് പറഞ്ഞു. ഉടുപ്പി അമ്പലത്തിൽ പോയി. ഹായ് ഗായ്സ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറയേ എല്ലാവരോടും. ഹായ് ഗായ്സ്, ഹാപ്പി ചിരിച്ചുകൊണ്ട് പറയേ. ഉറക്കെ പറഞ്ഞോട്ടാ. എല്ലാരും മിണ്ടല്ലേ, കൊച്ചൊന്ന് ഹാപ്പി വിഷു പറയട്ടെ. ആ പറഞ്ഞു. അമ്പലത്തിൽ പോയി. രണ്ടമ്പലത്തിൽ പോയി. പുറത്ത് ഫുഡ് കഴിക്കാൻ ഉടുപ്പിയില്. നമ്മള് അമ്പലത്തിലാ പോയത്. മാണ്ടാറ്റ് കുട്ടികൃഷ്ണനെ കാണാൻ പോയി. അങ്ങനെ റുക്കുവിൻ്റെ വ്ളോഗിങ് കഴിഞ്ഞില്ലേ, നമ്മളിത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം രാവിലെ ഇനി വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിക്കേണ്ട സമയം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ പോയിട്ട് നേരെ വന്നൊരു മസാല ദോശ കഴിച്ചില്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വിലയാണല്ലേ. അപ്പം കുറേ പേര്, ഞങ്ങളിൽ കുറച്ച് പേര് പൂരി മസാലയാണ്. ഞാൻ എപ്പോൾ പോയാലും ഉടുപ്പിൽ നിന്ന് ഓർഡർ ചെയ്യണ ഒരു സാധനം പൊടി റോസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് നല്ല വയറൊക്കെ ഫുള്ളാക്കി നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ റുക്കുവിൻ്റെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ കസിൻ കുഞ്ഞു കുട്ടികളാട്ടോ. അപ്പോൾ അവരെ കൂടി ഭയങ്കര കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ബ്രദറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നു. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, നിർത്തി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് നമ്മൾ ഇടിച്ച് കയറരുതല്ലോ. അപ്പോൾ എനിക്കും അതല്ല, എനിക്ക് കുറച്ച് ചമ്മലുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വിഷുവാണ്. അല്ലെങ്കിൽ വിഷു ഓണത്തിനൊക്കെ നമ്മളങ്ങനെ പോകുമല്ലോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും പോകണ ആളാണ് ഞാൻ. എൻ്റെ വലിയ ഭർത്താവൊക്കെ പറയണേ. അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ബാക്കി അവിടെ ചെന്നിട്ടാണ്. അച്ഛാ ഇത് ദേഷ്യം വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മതേ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കുറേ പേർക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ഞങ്ങളുടെ ഇവിടെ വിഷുവിന് നോൺ വെജ് ആണ് കഴിക്കണത് കേട്ടോ. അതെന്താണ് എന്നുള്ളത് ഞാൻ പണ്ടും വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു. അതെന്താണ് അതിൻ്റെ പുറകിലത്തെ സ്റ്റോറി എന്താണ്, ഹിസ്റ്ററി എന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്യണത്. അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം ഓണത്തിന് നമ്മൾ പ്യുവർ വെജ് ആയിരിക്കും, വിഷുവിന് നമ്മൾ ഫുൾ നോൺ വെജ് ആയിരിക്കും. വെജൊക്കെ വളരെ കുറവായിരിക്കും ഞങ്ങളുടെ ഇവിടെ കേട്ടോ. അപ്പോൾ അമ്മ കരിമീൻ, ബീഫ്, കക്കാർച്ചി, മീനുകൾ, മീൻകറി, അങ്ങനെ പല പല കറികളുണ്ടായിരുന്നു. ഞാൻ ആപ്പാടെ ചിക്കനും ബീഫും കക്കാർച്ചിയും പിന്നെ ഈ കരിമീനും അതൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യണം എൻ്റെ വീട്ടിലായിരിക്കും. ഫസ്റ്റ് വിഷുവൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ നിങ്ങളുടെ വിഷു വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ. നമ്മൾ വീഡിയോസ് ഒന്നും നടത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു വിഷു? ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കുറച്ച് മാസങ്ങൾ പുറകോട്ട് പോയി നിങ്ങളുടെ വിഷുവൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഇവർക്കാം അല്ലേ. അപ്പോൾ അതേ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങളുടെ 2 വീട്ടിലും വെച്ച വിഷുക്കണിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ. കുറച്ച് ക്ലിപ്പേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എപ്പോൾ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടി തിരിച്ചു വരുമ്പോഴേക്കും അമ്മയും മോളും കൂടി ഭയങ്കര കത്തിവെപ്പായിരിക്കും. ഡെയിലി ഫോൺ വിളിക്കും, അല്ലെങ്കിൽ ഡെയിലി വരുന്നതാണ് ഞാൻ. എന്നാലും എന്നെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്താനം പറയാൻ തോന്നും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലോണം വയറ് നിറഞ്ഞു. 2 പ്രാവശ്യം കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്നും കഴിച്ചു, ഇവിടെ നിന്നും കഴിച്ചു. പിന്നെ നേരെ പോയി കിടന്ന് ഉറങ്ങി. വൈകുന്നേരം ആയപ്പോൾ എഴുന്നേറ്റ്. എൻ്റെ മുഖമൊക്കെ ഉറങ്ങി നല്ല കണ്ണൊക്കെ നല്ല വീർത്തിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മ ബ്രെഡും ഇഷ്ടം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഫുഡ് കഴിയായിരുന്നു, ഫുഡ് കഴി അതായിരുന്നു കേട്ടോ മെയിൻ പരിപാടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി ആയപ്പോഴേക്കും പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് പുറത്ത് വന്നിരുന്ന് കുറേ കളിച്ചു. അവരെ കളിപ്പിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു വിഷു എന്ന് പറഞ്ഞിട്ട്. വളരെ കുട്ടി വീഡിയോ ആണ്. എനിക്ക് ഈ
ക്ലിപ്പ് വെറുതെ കളയാൻ തോന്നിയില്ല, നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്ന് തോന്നിയോണ്ടാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഞങ്ങളുടെ വിഷു എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞോട്ടെ. പിന്നെ ആരും കണ്ടില്ലെങ്കിലും ഒരുപാട് നാൾ കഴിയുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വിഷു എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കെങ്കിലും നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് വരും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലാണ്, പഴയ ചാനൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.